സ്പീഡ് ന്യൂസ് ആരംഭിക്കുന്നു. വാർത്തകൾ നോക്കി വരാം വേഗത്തിൽ. വയനാട് DCC ട്രഷററുടെയും മകന്റെയും മരണത്തിൽ പ്രതിഷേധാഗ്നി. IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട CPIM-ന്റെ പ്രതിഷേധ സദസ്സ്. NM വിജയന്റെ കുടുംബത്തിന്റെ ബാധ്യത KPCC ഏറ്റെടുക്കണമെന്ന MV ഗോവിന്ദൻ മാസ്റ്റർ. വിജയന്റെ മകൻ ഭീഷണിപ്പെടുത്തിയെന്ന വാദത്തിൽ നിന്ന് മലക്കം മറഞ്ഞ് VD സതീശൻ. MLA സ്ഥാനം രാജിവെച്ച PV അൻവർ. സ്പീക്കർ രാജി സ്വീകരിച്ചാൽ തൃണമൂൽ കോൺഗ്രസിന്റെ അംഗത്വം ഉടനെടുക്കുമെന്ന PV അൻവർ. നിലമ്പൂരിൽ താൻ മത്സരിക്കില്ല എന്ന് PV അൻവർ. UDF-ന്റെ സ്ഥാനാർത്ഥിയായി DCC പ്രസിഡന്റ് VS ജോയിയെ മത്സരിപ്പിക്കണമെന്നും അൻവർ. ആര്യാടൻ ഷൗക്കത്തിനെ പരിഹസിച്ച PV അൻവർ. ആര്യാടൻ ഷൗക്കത്ത് സിനിമയെടുത്ത് നടക്കുന്ന ആളാണെന്ന PV അൻവറിന്റെ പരിഹാസം. നിലമ്പൂരിൽ സ്ഥാനാർത്ഥി ആരാണെന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന ആര്യാടൻ ഷൗക്കത്ത്. അൻവർ നേരത്തെ തന്നെ UDF-ന്റെ ഭാഗമാണെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. UDF തയ്യാറാക്കിയ തിരക്കഥയിലൂടെയാണ് അൻവർ യാത്ര ചെയ്യുന്നതെന്ന് A വിജയരാഘവൻ. അൻവർ UDF-നെ പിന്തുണയ്ക്കുന്നുവെന്ന് പറഞ്ഞതിൽ സന്തോഷമെന്ന രമേശ് ചെന്നിത്തല. അൻവർ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് UDF എന്ന PK കുഞ്ഞാലിക്കുട്ടി. പച്ചക്കള്ളം പറയുന്ന അൻവറിനെതിരെ നിയമ നടപടിയുമായി P ശശി. കൂടുമാറ്റത്തിന് കാരണമൊരുക്കുന്ന അൻവറിന്റെ നിലപാട് പരിതാപകരമാണെന്നും P ശശി. അൻവറിനെതിരെ വെളിപ്പെടുത്തലുമായി കേരള കോൺഗ്രസ് M നേതാവ്. സതീശനെതിരായ ആരോപണം സുധാകരൻ പറഞ്ഞിട്ടെന്ന് അൻവർ വെളിപ്പെടുത്തിയെന്ന AH ഹാഫിസ്. പത്തനംതിട്ട പീഡനത്തിൽ അറസ്റ്റിലായവരുടെ എണ്ണം 43ആയി. അറസ്റ്റിലായവർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ സംരക്ഷണ വകുപ്പുകൾ കൂടി ചുമത്തും. അന്വേഷണ സംഘത്തിൽ കൂടുതൽ DYSP-മാർ ഉൾപ്പെടും. നെയ്യാറ്റിൻകര സമാധി വിവാദത്തിൽ ഗോപൻ സ്വാമിയുടെ കല്ലറ ഇന്ന് പൊളിക്കില്ല. കല്ലറ പൊളിക്കണമെന്ന് നാട്ടുകാർ, അനുവദിക്കില്ലെന്ന് കുടുംബം. നിയമപരമായ നടപടികളുമായി പോലീസിന് മുന്നോട്ടു പോയേ മതിയാകുമെന്ന് സബ് കളക്ടർ. വയനാട് തുപ്രയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച് വനം വകുപ്പ്. ഡ്രോൺ ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞെന്ന DFO. കടുവ ഇന്നും ആടിനെ കൊന്നു. കടുവയെ മയക്കുവെടിവെക്കാനുള്ള ദൗത്യം തുടരുന്നു. രാഹുൽ ഈശ്വറിന് ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി. ഹണി റോസിനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ പോലീസിനോട് റിപ്പോർട്ട് തേടി. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റി. ശബരിമലയിൽ നാളെ മകരവിളക്ക് മഹോത്സവം. ഒരുക്കങ്ങൾ പൂർണ്ണം. തിരുവാഭരണ ഘോഷയാത്ര നാളെ സന്നിധാനത്തെത്തും. ക്രമീകരണങ്ങളിൽ സർക്കാരിനെ അഭിനന്ദിച്ച് നടൻ ജയറാം. മകരസംക്രാന്തി ആശംസകൾ നേർന്ന മുഖ്യമന്ത്രി. റഷ്യൻ കൂളിപ്പട്ടാളത്തിൽ കുടുങ്ങിയ തൃശൂർ സ്വദേശി മരിച്ചു. തൃശൂർ സ്വദേശി ബിനിലാണ് മരിച്ചത്. യുദ്ധമുഖത്ത് ബിനിലിനെ മുന്നണി പോരാളിയാക്കി റഷ്യ നിയമിച്ചിരുന്നു. മുത്തൂറ്റ് ഫിനാൻസിൽ തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട തൊഴിലാളികളെ പിരിച്ചുവിട്ട സംഭവം നിയമവിരുദ്ധമെന്ന് എറണാകുളം ലേബർ കോടതി. സ്വയം പിരിഞ്ഞുപോയവർ ഒഴികെ ബാക്കി എല്ലാവരെയും തിരിച്ചെടുക്കണമെന്നും കോടതി. പത്തനംതിട്ട മണ്ണാറക്കുളിഞ്ഞിയിൽ വാഹനാപകടം. പാഴ്സൽ സർവീസ് വാഹനം കാറുമായി കൂട്ടിയിടിച്ചു. അപകടത്തിൽ 4 പേർക്ക് ഗുരുതര പരിക്ക്. കാസർഗോഡ് കുമ്പളയിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച ഒരാൾ മരിച്ചു. കാഞ്ഞങ്ങാട് കൊവ്വൽപ്പള്ളി സ്വദേശി നഫീസയാണ് മരിച്ചത്. അപകടത്തിൽ 4 പേർക്ക് പരിക്ക്.
പാലക്കാട് മണ്ണാർക്കാട് മൈലാമ്പാടത്ത് വീടിന് തീപിടിച്ചു. കുമ്പളംപുഴയിൽ വീട്ടിൽ ഐസക്കിന്റെ വീടിനാണ് തീപിടിച്ചത്. വട്ടമ്പലത്ത് നിന്നും എത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. തിരുവനന്തപുരം വർക്കലയിൽ വിദേശ വനിതയെ ലൈംഗികമായി പീഡിപ്പിച്ച യുവാവ് അറസ്റ്റിൽ. ബോഡി മസാജിങ്ങിനിടെ പീഡിപ്പിച്ചു എന്ന് പരാതി. അറസ്റ്റിലായത് കൊല്ലം മോടനാവട്ടം സ്വദേശി ആദർശ്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് നേരെ യുവാവ് പെട്രോൾ ബോംബെറിഞ്ഞു. പാലക്കാട് ഒറ്റപ്പാലത്താണ് സംഭവം. പ്രതി നീരജിനായി അന്വേഷണം ആരംഭിച്ച ഒറ്റപ്പാലം പോലീസ്. അന്താരാഷ്ട്ര ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിന്റെ ഭാഗമായുള്ള പ്രീ കോൺക്ലേവ് ശില്പശാല എറണാകുളം കാക്കനാട് രാജഗിരി കോളേജിൽ നടന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതിയുടെ സംസ്ഥാന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ കാസർഗോഡ് നിന്ന് തുടങ്ങി. സംസ്ഥാന പ്രസിഡന്റ് VKC മുഹമ്മദ് കോയ ജാഥ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷ മോഷ്ടിച്ച പ്രതിപിടിയിൽ. മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി പരിസരത്ത് നിന്നുമാണ് മോഷണം നടത്തിയത്. തെങ്കര ചേലക്കാട്ട് തൊടി വീട്ടിൽ ഹംസക്കുട്ടിയാണ് മണ്ണാർക്കാട് പോലീസിന്റെ പിടിയിലായത്. കേരള സാഹിത്യ അക്കാദമി ചെറുകഥാ പുരസ്കാര ജേതാവ് N രാജന് ജന്മനാടിന്റെ സ്നേഹാദരം. പുത്തൂർക്കര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ഊട്ടുപുര ഹാളിൽ അനുമോദന സമ്മേളനം നടന്നു. സമ്മേളനം മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേപ്പറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർക്കര ദേശീയ വായനശാല സെക്രട്ടറി M നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. മരത്തിൽ കുടുങ്ങിയ പൂച്ചയ്ക്ക് രക്ഷകരായ അഗ്നിരക്ഷാ സേന. വിതുര മാങ്കാലയിലെ വീട്ടുമുറ്റത്ത് നിന്ന് മരത്തിന്റെ കൊമ്പുകൾക്കിടയിലാണ് പൂച്ച കുടുങ്ങിയത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്കായിരുന്നു സംഭവം. കയർ കെട്ടി കൊമ്പുകൾ അകറ്റിയതോടെ പൂച്ച ചാടി രക്ഷപ്പെട്ടു. പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ വാഹനാപകടം. കുന്തിപ്പുഴ പാലത്തിന് സമീപം വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർക്ക് പരിക്ക്. ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ സൈബർ ആക്രമണം നടത്തി PK സുരേഷ് കുമാറിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് മരവിപ്പിച്ച് പോലീസ്. പാലക്കാട് കുളക്കാട് പൂന്തോട്ടം ആയുർവേദാശ്രമം NABH അംഗീകാരം നേടി. പൂന്തോട്ടം ആയുർവേദാശ്രമത്തിൽ സംഘടിപ്പിച്ച അംഗീകാര സമർപ്പണ പരിപാടി കേന്ദ്രമന്ത്രി ശ്രീപദ് യെസോ നായിക് ഓൺലൈനായി നിർവഹിച്ചു. ഓട്ടോയിൽ കളഞ്ഞു കിട്ടിയ 5 പവനിലധികം തൂക്കം വരുന്ന സ്വർണ്ണമാല ഉടമയെ തിരികെ ഏൽപ്പിച്ച ഓട്ടോ ഡ്രൈവർ. തൂക്കുപാലം സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവർ നൌഷാദാണ് മാല തിരികെ നൽകിയത്. തൃശൂർ വിയൂരിലെ DK ജ്വല്ലറിയിൽ വൻ കവർച്ച. ജ്വല്ലറി കുത്തി തുറന്ന് കവർച്ച ചെയ്തത് 8 കിലോയോളം സ്വർണം. വിയൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. നിയമസഭാ പുസ്തകോത്സവത്തിൽ ഫെബിന T രചിച്ച സന്ധ്യ മുതൽ സന്ധ്യ വരെ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. വീണ S നായർ പുസ്തകം ഏറ്റുവാങ്ങി. ബുക്ക്മാർക്ക് സെക്രട്ടറിയും മാധ്യമപ്രവർത്തകനുമായ എബ്രഹാം മാത്യു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോഴിക്കോട് ലിബി ബുക്സ് ആണ് പ്രസാധകർ. തെലങ്കാനയിൽ റീൽസ് ചിത്രീകരണത്തിന്റെ 5 പേർ മുങ്ങിമരിച്ചു. സിദ്ദിപേട്ടയിലെ ഡാമിന്റെ റിസർവോയറിലാണ് അപകടം നടന്നത്.
റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യവ്യാപക കർഷക പരേഡിന് സംയുക്ത കിസാൻ മോർച്ച ആഹ്വാനം നൽകി. കർഷക സംഘടനകൾ വർഷങ്ങളായി സമരമുഖത്ത് തുടരുമ്പോഴും ന്യായമായ ആവശ്യങ്ങളിൽ ചർച്ച പോലും നടത്താൻ കേന്ദ്ര സർക്കാരോ പ്രധാനമന്ത്രിയോ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് പരേഡ്. ഉത്തരാഖണ്ഡിലെ പൌഡിയിൽ ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞു. അപകടത്തിൽ 4 പേർ മരിച്ചു, 18 പേർക്ക് പരിക്ക്. ബസ് നിയന്ത്രണം വിട്ട് 100 മീറ്റർ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. യുവാവ് ഫ്ളാറ്റിന്റെ 7ാം നിലയിൽ നിന്ന് വീണ് മരിച്ചു. ഗാസിയാബാദ് സ്വദേശിയായ തപസ് ആണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 2025 കൂടുതൽ ദുർബലപ്പെടുമെന്ന IMF. അമേരിക്കയുടെ വ്യാപാര നയങ്ങളുമായി ബന്ധപ്പെട്ട ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ അനിശ്ചിതത്വം 2025 സംഭവിക്കാമെന്ന് IMF മാനേജിംഗ് ഡയറക്ടർ. ആം ആദ്മി MLA-മാരെ വിമർശിച്ച സ്മൃതി ഇറാനി. ബംഗ്ലാദേശിക്കാർ നുഴഞ്ഞു കയറാൻ വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചതിൽ MLA-മാർക്ക് പങ്കെന്ന സ്മൃതി ഇറാനി. ബൈക്കുമായി ഫ്ലൈ ഓവറിൽ നിന്ന് താഴേക്ക് വീണ യുവാവിന്റെ ദാരുണാന്ത്യം. ഗാസിയാബാദിലാണ് സംഭവം. തമിഴ്നാട്ടിലെ സർക്കാർ സ്കൂളിൽ പെൺകുട്ടികളെ കൊണ്ട് ടോയ്ലറ്റ് വൃത്തിയാക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. വീഡിയോ വ്യാപകമായി പ്രചരിച്ചതിനെ തുടർന്ന് പ്രിൻസിപ്പൽ സസ്പെൻഷനിൽ. സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ. വൈറലായി ധ്രുവദീപ്തിയുടെ ദൃശ്യങ്ങൾ. നാസയുടെ ബഹിരാകാശ യാത്രികൻ ഡോൺ പെറ്റിറ്റ് പകർത്തിയതാണ് ദൃശ്യങ്ങൾ. ഭൂമിയുടെ അന്തരീക്ഷത്തിന് മേൽ പച്ച നിറത്തിൽ തിളങ്ങി നിൽക്കുന്ന ധ്രുവദീപ്തിയാണ് ക്യാമറയിൽ പകർത്തിയത്. ഇസ്രായേൽ അധിനിവേശ സേന ഗാസയിൽ 70 കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തി. കഴിഞ്ഞ 5 ദിവസത്തിനിടെയുള്ള കണക്കാണിത്. കൊല്ലപ്പെട്ട കുട്ടികളുടെ പ്രായവിവരങ്ങൾ സിവിൽ ഡിഫൻസ് സർവീസ് പുറത്തുവിട്ടിട്ടില്ല. ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനത്തിലേക്ക് മത്സരിക്കാനില്ലെന്ന് അനിത ആനന്ദ. ഇന്ത്യൻ വംശജയും കാനഡയുടെ ഗതാഗത മന്ത്രിയുമാണ് അനിത ആനന്ദ. രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് പിൻവാങ്ങി അക്കാദമിക മേഖലയിലേക്ക് മടങ്ങുകയാണെന്നും അവർ എക്സിൽ കുറിച്ചു. ജർമ്മനിയിൽ എക്സ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെതിരെ പ്രതിഷേധം ശക്തം. വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നുവെന്ന ആരോപണം. 60-ലേറെ സർവകലാശാലകൾ എക്സ് അക്കൗണ്ട് ഉപേക്ഷിച്ചു. ലോസ് ആഞ്ചലസിൽ പടർന്നുകൊണ്ടിരിക്കുന്ന കാട്ടുതീ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യാപിക്കുമെന്ന് മുന്നറിയിപ്പ്. തീ വ്യാപിക്കുന്നതോടെ സ്ഥിതി കൂടുതൽ വഷളാകുമെന്നും കാലാവസ്ഥാ വകുപ്പ്. റിയാദ് കേളി കലാ സാംസ്കാരിക വേദി വിഭാവനം ചെയ്ത റെഡ് സ്റ്റാർ ക്ലബിന്റെ ജേഴ്സി പ്രകാശനം ചെയ്തു. മലാസിലെ ഡ്യൂൺ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചടങ്ങ് നടന്നത്. റിയാദിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ട കേളി റോദ ഏരിയ ബഗ്ലഫ് യൂണിറ്റ് അംഗം വിജയകുമാറിന്റെ കുടുംബസഹായ ഫണ്ട് കൈമാറി. മുൻ MLA-യും CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗവുമായ B. സത്യൻ വിജയകുമാറിന്റെ ഭാര്യ ഷീലയ്ക്ക് ഫണ്ട് കൈമാറി. കുവൈത്തിൽ മലയാളി മരിച്ചു. എറണാകുളം പിറവം സ്വദേശി കളപ്പുരയിൽ ഹെബി ജേക്കബാണ് മരിച്ചത്. മഴവിൽ സലാല വടംവലി മത്സരം സംഘടിപ്പിച്ചു. അൽ നാസർ ഫ്യൂച്ചർ അക്കാദമിയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച് 14ഓളം ടീമുകൾ പങ്കെടുത്തു. ആസിഫ് അലിയുടെ രേഖാചിത്രം സിനിമയുടെ വിജയത്തിൽ പങ്കുചേർന്ന നടൻ മമ്മൂട്ടി. സ്റ്റൈലിഷ് ലുക്കിലാണ് താരമെത്തിയത്. താരത്തിന്റെ ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറൽ.
24H ദുബായ് 2025 എൻഡ്യൂറൻസ് റേസിൽ 3ാം സ്ഥാനം നേടി തമിഴ് സൂപ്പർ സ്റ്റാർ അജിത് കുമാറിന്റെ ടീം. റേസിംഗ് ഡ്രൈവറായ ബൈബാസ് കോറ്റൻ 3ാം സ്ഥാനം കരസ്ഥമാക്കിയെന്ന് അജിത്തിന്റെ മാനേജർ സുരേഷ് ചന്ദ്ര എക്സിൽ കുറിച്ചു. രണ്ടാം വ്യാമം ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. നേമം പുഷ്പരാജ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. യുവനായകന്മാരായ ധ്രുവൻ, ഗൗതം കൃഷ്ണ, നടി സ്വാസിക എന്നിവരാണ് പോസ്റ്ററിൽ. ജയിലർ 2 കുറിച്ചുള്ള സൂചന നൽകി നിർമ്മാതാക്കളായ സൺ പിക്ചേഴ്സിന്റെ അടുത്ത സൂപ്പർ സാഗ എന്ന ക്യാപ്ഷനോടെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ച് നിർമ്മാതാക്കൾ. സർക്കിട്ട് എന്ന ആസിഫ് അലിയുടെ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ടു. ഫാമിലി ഫീൽ ഗുഡ് ഡ്രാമ വിഭാഗത്തിലുള്ള ചിത്രമാണ് സർക്കിട്ട്. നയൻതാരയെ ചോദ്യം ചെയ്ത യൂട്യൂബേഴ്സും ആരാധകരും. നയൻതാരയുടെ ബിസിനസ് സംരംഭം ഫെമി9ന്റെ പരിപാടിക്ക് 6 മണിക്കൂർ വൈകിയാണ് നയൻതാര എത്തിയത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ആരാധകരും യൂട്യൂബേഴ്സും രംഗത്തെത്തിയത്. വിദേശത്ത് പഠിക്കാൻ പോയി തിരിച്ചു വരേണ്ട സാഹചര്യം വിവരിച്ച നടി സാനിയ അയ്യപ്പൻ ഒരു അഭിമുഖത്തിലാണ് സാനിയ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അവിടെ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടതുകൊണ്ടാണ് തിരിച്ചു വന്നതെന്ന് താരം. പരസ്യങ്ങളില്ലാതെ വീഡിയോകൾ കാണാനായി 24 മാസത്തെ യൂട്യൂബ് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ സൗജന്യമായി നേടാം. 888 രൂപ മുതൽ 3499 രൂപ വരെയുള്ള പ്ലാനുകൾ ചെയ്യുന്ന ജിയോ ഫൈബർ ഉപഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യം. മാർട്ടിൻ കൂപ്പറിന് യുഎസിന്റെ നാഷണൽ മെഡൽ ഓഫ് ടെക്നോളജി ആൻഡ് ഇന്നൊവേഷൻ പുരസ്കാരം ലഭിച്ചു. കൂപ്പർ മൊബൈൽ ഫോണുകളുടെ പിതാവെന്നാണ് അറിയപ്പെടുന്നത്. സാങ്കേതിക രംഗത്ത് യുഎസിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഇത്. കെ ഫോണിന് ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ മലബാറിൽ. വീടുകളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ കേരളത്തിലാകെ 52,463 വാണിജ്യ കണക്ഷനുകളാണുള്ളതെന്ന് റിപ്പോർട്ട്. പുതിയ ഫീച്ചറുമായി ഗൂഗിൾ ഡിസ്കവറിൽ ഉപഭോക്താവിന്റെ സെർച്ച് ഹിസ്റ്ററിയും ആക്ടിവിറ്റിയും വിശകലനം ചെയ്ത് ഏറ്റവും പുതിയ 5 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ നൽകുന്നതാണ് പുതിയ ഫീച്ചർ. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സ്ആപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ മാതൃകാ സ്ഥാപനമായ മെറ്റ ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി, ഇൻക്ലൂഷൻ പ്രോഗ്രാമുകൾ നിർത്തലാക്കി. പക്ഷപാതിത്വം ഒഴിവാക്കി എല്ലാവർക്കും തുല്യ പരിഗണന നൽകുകയാണ് ലക്ഷ്യം. ഇതോടെ സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.